വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ലോകത്ത് റഹ്മത്തിറങ്ങുന്നതിന്റെ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ്. ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥാണ് ഈ പറഞ്ഞ്, ഈ ഭൂമിയിൽ നബി വഴിയല്ലാതെ റഹ്മത്തിറങ്ങൂല. നമ്മളെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അള്ളാൻ്റെ റഹ്മത്തിറങ്ങണം. അള്ളാൻ്റെ റഹ്മത്ത് ആര് വഴിയല്ലാതെ ഇറങ്ങൂല? ആര് വഴിയല്ലാതെ ഇറങ്ങൂല? മുത്തുനബി വഴിയല്ലാതെ ഇറങ്ങൂല എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഈ ആയത്തിന് ആയിരക്കണക്കിന് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥാണ് ഈ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. മുത്തുനബി വഴിയല്ലാതെ ഒരു റഹ്മത്ത് ഈ ഭൂമിയിൽ ഇറങ്ങൂല. പ്രധാനമന്ത്രിയുടെ വാതിൽ തുറക്കണമെങ്കിലും അത് അള്ളാൻ്റെ റസൂൽ വഴിയല്ലാതെ വരൂല. ആഭ്യന്തരമന്ത്രിയുടെ വാതിൽ തുറന്ന് വിഷയം പരിഹരിക്കണമെങ്കിലും മുത്തുനബി വഴിയല്ലാതെ വരൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ. ഒരാൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. വെറുതെ പറയാണ് ഇന്നാലിന്ന മുതലാളി പരിഹരിക്കും, ഇന്നാലിന്ന നേതാവ് പരിഹരിക്കും. അതൊക്കെ വെറുതെ പറയുന്ന വർത്തമാനങ്ങളാണ്. ആർക്കും പറയാൻ കഴിയില്ല, തീരുമാനിക്കാൻ കഴിയില്ല. എന്ത് വേണം? ഇങ്ങോട്ട് നോക്ക്. എന്ത് ചെയ്യണം? എന്നാ വേഗം കൊടുക്കുക. കാപ്പി വേഗം കൊടുക്കുക. എന്ത് വേണമെന്നറിയോ? നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണില്ലേ? ആര് അതിന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. പ്രശ്നം തൗഫീഖ് തരട്ടെ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിക്കോളൂ. മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 റഹ്മത്ത് ഇറങ്ങും. മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റാ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 റഹ്മത്ത് ഇറങ്ങും. ഞാൻ എന്ത് പറയാ? ഞാൻ ഈ വിഷയം വന്ന ഉടനെ തന്നെ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ലാസ് കേൾക്കുന്ന, സോഷ്യൽ മീഡിയ വഴിയായി കേൾക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരോടും പറഞ്ഞു, നേതാക്കന്മാർ പറയുന്ന ഓരോ കാര്യത്തിൽ സഹകരിച്ച് ജനാധിപത്യപരമായ സമ്മേളനങ്ങളിലും പ്രതിഷേധങ്ങളിലും പങ്കാളിയാകുക. പക്ഷെ അതേ സമയത്ത് നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. എന്താ നമ്മളെ ഉത്തരവാദിത്തം? നമ്മൾ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ ഇന്ന മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. 10 റഹ്മത്ത് ഇറങ്ങും ഭൂമിയിൽ. 1000 സ്വലാത്ത് ചൊല്ലിയാൽ 10000 റഹ്മത്ത് ഇറങ്ങും. ഒരു പുരക്കാരി എന്ത് ചെയ്യേ? 1,00,000 സ്വലാത്ത് എല്ലാം നേർച്ചയാക്ക്. ആ പുരക്കാർക്ക് 10 ലക്ഷം റഹ്മത്ത് അല്ലാഹു അനുവദിക്കുമെന്ന് ആര് പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ. 1,00,000 സ്വലാത്ത് ഒരു പുരക്കാരി ഏറ്റെടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു പ്രയാസമുള്ള കാര്യമല്ല. എല്ലാവരും ഏറ്റെടുക്കുക. ഭാര്യ, ബാപ്പ, ഉമ്മ. ഒരു സ്വലാത്ത് എല്ലാം 100 സ്വലാത്ത് എല്ലാം 4 മിനിറ്റ്, ഏറെ 5 മിനിറ്റ്. അപ്പോൾ 1000 സ്വലാത്ത് എല്ലാം 50 മിനിറ്റ് മതി. ചിന്തിക്ക്, 1000 സ്വലാത്ത് എല്ലാം 50 മിനിറ്റ് മതി. 1000 സ്വലാത്ത് എല്ലാം 1 മണിക്കൂർ വേണ്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. എന്താണ്? നമുക്കൊരു പ്രശ്നമുള്ള കാലമാണ്. അപ്പം നബിൻ്റെ ഒരു നോട്ടുണ്ടാകണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നോട്ടുണ്ടാവും. എല്ലാവരും, മൊഹീദ്ദീൻ ഷേഖ്, റിഫായി ഷേഖ്, എല്ലാവരും നോക്കി. നിങ്ങൾ അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ സുന്നികളല്ലേ? അവർക്കൊക്കെ ഇന്നും ഇടപെടാൻ കഴിയുമെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും ഇടപെടാൻ കഴിയുന്ന ആൾ മുഹമ്മദ് മുസ്തഫ അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനെ ഇടപെടാൻ കഴിയാത്തൊരു വിഷയമുണ്ടോ? ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ അറിയാതെ നടക്കോ? എന്തെങ്കിലും വിചാരിക്കണം. ഖുൽ ഇഅ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അമലക്കും വറസൂലുഹു, അള്ളാഹും റസൂലും കാണുന്നുണ്ട് എന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ജനങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടാൽ ഒരു പ്രശ്നം പരിഹരിക്കാതിരിക്കൂല. അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെടണം. അതിനെന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. എല്ലാ പുരക്കാരും 1,00,000 സ്വലാത്തെല്ലാം നേർച്ചയാക്കുക. എല്ലാം ചൊല്ലുക. എന്ത് ചെയ്യണം? 1,00,000 സ്വലാത്ത് ചൊല്ലിയാൽ 10 ലക്ഷം റഹ്മത്താണ് പുരക്കാർക്ക് ലഭിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇടക്കിടക്ക് ദുആ ചെയ്യുക.
പടച്ചവനെ പ്രശ്നം പരിഹരിക്കണമേ. എല്ലാവരും അള്ളാഹുവിനോട് പറയുക. പ്രശ്നം വളരെ ഗൗരവമാണ്, പ്രശ്നം സാരല്ല. ആ പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹുവിന്റെ വാതിൽ തുറക്കണം. അള്ളാഹിന്റെ വാതിൽ തുറക്കുക മുത്തുനബി വഴിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്ത് മുഹമ്മദ് മുസ്തഫ വഴിയല്ലാതെ യാ കരീമൽ ജൂദി റാഅതഹു ഫകഫൈതൽ ബഹ്റ വൽ ലുജജി സല്ലി റബ്ബൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സുർജി. ഏത് സമുദ്രം വിശാലമായ സമുദ്രത്തെക്കാളും വലിയ ഉള്ളംകൈ നിറഞ്ഞവനാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും ധർമ്മമുള്ള കൈയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ കൈയിന്റെ ധർമ്മം വലിയ കുളിരുള്ള ധർമ്മമാണ്. മദീനയിലെ പച്ചക്കുബയിൽ നിന്ന് ധർമ്മം കിട്ടും കേട്ടോ. അള്ളാന്റെ ഹബീബിന്റെ പച്ചക്കുബയിൽ നിന്ന് ധർമ്മം കിട്ടും കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. അള്ളാന്റെ ഹബീബിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. സ്വലാത്ത് ചൊല്ലാൻ അള്ളാന്റെ കൽപ്പനയുണ്ട്. സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. പ്രശ്നം പരിഹരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പുറ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഇതിന് തയ്യാറാവുക. എല്ലാവരും തയ്യാറാവുക. ആരൊക്കെ 1,00,000 സ്വലാത്ത് ചെല്ലാൻ തയ്യാറുണ്ടെന്ന് ഒന്നിനോട് പറയുക. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം സദസ്സുകളിൽ ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വർത്താനം നിർത്തുക, അനാവശ്യ വർത്താനം നിർത്തുക. ഞാൻ സ്ഥിരമായി പത്രം നോക്കുന്ന ഒരാളല്ല. ഒന്നിങ്ങനെ നോക്കിയെങ്കിൽ നോക്കും, പിന്നെ കാര്യങ്ങളൊക്കെ ഒരാൾ അന്വേഷിച്ചാലും അറിയും. അതിന് സമയം കളയരുത്. എന്തുകൊണ്ട്? നമുക്കതിനേക്കാളും വലിയ വിഷയമുണ്ട്. പത്രം വായിക്കാൻ പാടില്ല എന്നല്ല, വെറുതെ അതിനൊന്നും സമയം വല്ലാതെ കളയണ്ട. എന്നാൽ പൊതു കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയണം. വല്ലാതെ സമയം കളയരുത്. നമ്മളെ നാവ് പണിയെടുക്കണം. പാവം ഇങ്ങനെ പണിയെടുക്കണം. നാവ് പണിയെടുത്താൽ റഹ്മത്ത് കിട്ടും. പേടിക്കണ്ട, 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 പേടിക്കണ്ട. സ്വലാത്ത് പെരിപ്പിച്ചോളി, പേടിക്കണ്ട. എല്ലാ പുരക്കാരും 1,00,000 സ്വലാത്ത് നിയ്യത്ത് ചെയ്യ്. എന്നാ പ്രശ്നങ്ങൾ പരിഹരിക്കും. പേടിക്കണ്ട. മുത്തുനബിക്ക് സ്വലാത്ത് ചെല്ലലല്ലേ. മാപ്പിളമാരെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുപോലെ ഭയാനകമായൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രാജ്യം കത്തുകയാണ്. അള്ളാഹു ശമിപ്പിച്ചു തരട്ടെ. ഉറക്കെ പറയാ, റബ്ബേ നീ പരിഹരിക്കണമേ റബ്ബേ, റബ്ബേ നീ പരിഹരിക്കണമേ റബ്ബേ, റബ്ബേ നീ പരിഹരിക്കണമേ റബ്ബേ. റബ്ബ് പരിഹരിക്കട്ടെ, റബ്ബ് പരിഹരിക്കട്ടെ. പരിധി വിട്ട അവസ്ഥയിലേക്ക് പോയി രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഗൗരവം വളരെ വലുതായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അടിയന്തരാവസ്ഥ കണ്ടവർ ഈ കൂട്ടത്തിലില്ലേ? ഇല്ലേ? പറയില്ലേ? 1975 മുതൽ 77 വരെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇവിടെ അടിയന്തര. അന്ന് ഇന്ദിരാഗാന്ധി കുറച്ച് മനുഷ്യൻ പറ്റുള്ള ഒരു സ്ത്രീയാണ്. അക്കാലത്ത് പോലും അടിയന്തരാവസ്ഥക്കുണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഹൃദയബന്ധം പോലും ഇല്ലാത്ത മനുഷ്യന്മാരെ കാലത്തിൽ അടിയന്തരാവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? രാജ്യത്ത് അടിയന്തരാവസ്ഥ വരാൻ പാടില്ല. വളരെ വലിയ ആപത്ത് വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. കൈവിട്ടു പോകരുത് പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും രാവും പകലും അള്ളാഹിൻ്റെ ഹബീബിനെ സ്വലാത്തിൽ ദ്വാരക്കുക. പ്രശ്നം പരിഹരിക്കും, പരിഹരിക്കും, ഉറപ്പ് പരിഹരിച്ചിരിക്കും. എന്തുകൊണ്ട്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വലാത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. എല്ലാവരും ചിന്തിക്കണം. ഇത് വളരെ കർശനമായി ചിന്തിക്കുക. ഇതിൽ അമാന്തം കാണിക്കരുത്. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. വെറുതെ വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ വർത്താനം പറഞ്ഞിട്ട് കാര്യം? ബാംഗ്ലൂരിൽ അവിടെ വെടിവെച്ചു, മംഗലാപുരത്ത് ഇവിടെ വെടിവെച്ചു. അയ്യ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ ഏൽപ്പിച്ച പണി അതാണോ? അല്ലാഹു കാക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച പണി എന്താ? മുത്തുനബിക്ക് സ്വലാത്തില്ല. പിന്നെ
നേതൃത്വം ആവശ്യപ്പെടുന്ന കാര്യത്തിൽ പങ്കെടുക്കുക. ആ സ്വലാത്ത് കഴിയുമ്പോൾ 2 കാര്യമുണ്ട്. എന്താ കാര്യം? നമ്മൾ നന്നാവും, പ്രശ്നവും പരിഹരിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.